ആഗോള അയ്യപ്പ സംഗമത്തിലെ വിളക്ക് കൊളുത്തുന്നതിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം അവസാനിച്ചു. ചടങ്ങിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്ത്രി തന്നെ വിളക്ക് കൊളുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഉദ്ഘാടനത്തിനായി ക്രമീകരിച്ചിരിക്കുന്ന നിലവിളക്കുകൾ മുഖ്യമന്ത്രി തന്നെ കൊളുത്തുകയും ചെയ്യും. R. ശ്രീജിത്ത് പമ്പയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമം തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. എല്ലാ ഒരുക്കങ്ങളും എങ്ങനെയാണ് ഉദ്ഘാടന സെഷനിലെ ഒരു പരിപാടികളുടെ ക്രമീകരണം എങ്ങനെയാണ്? 6 മണിക്ക് തന്നെ ഇവിടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 6 മണി മുതൽ നമ്മുടെ ഡെലിഗേറ്റ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ തമിഴ്നാട്ടിലെ ദേവസ്വം വകുപ്പ് മന്ത്രി സന്നിധാനത്തേക്ക് പോയി. രാവിലെ അദ്ദേഹം തിരിച്ചു വരും. പിന്നെ 8 മണിയോടുകൂടി ഇവിടെ ഈ വേദിയിൽ ഒരു ഭജൻ നമ്മൾ തുടങ്ങാൻ ആലോചിക്കുകയാണ്. അത് കഴിഞ്ഞ് 9 മണിക്ക് തന്നെ കൃത്യം 9:30 തന്നെ ഉദ്ഘാടന സമ്മേളനം നടക്കും. ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ സമ്മേളനം ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ 3 സെഷനുകളാണ്. ഇവിടെ ഈ വേദിയിൽ പിന്നെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ്. പഴയ ചീഫ് സെക്രട്ടറിയും പഴയ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്ന ശ്രീ ജയകുമാർ IAS ആണ് അതിന് നേതൃത്വം നൽകുന്നത്. പിന്നെ ഒരു ശബരിമലയിൽ നമുക്ക് ഏറ്റവും പ്രധാനമാണ് ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് ആ ക്രൗഡ് മാനേജ്മെന്റ് നേതൃത്വം നൽകുന്നത് മുൻ DGP ജേക്കബ് പുന്നൂർ സാറ്, ഇപ്പോൾ നിലവിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ADGP ശ്രീജിത്ത്, അങ്ങനെയുള്ള അവരൊക്കെ ഉണ്ടാവും. പിന്നെ പിൽഗ്രിം ടൂറിസം, അത് ഇപ്പോൾ ഏതൊരു അമ്പലത്തിലെയും ആരാധനാലയത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതകളാണ് പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്നത്. അതിൽ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി, നമ്മുടെ എത്രയോ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായർ സാറാണ് അതിന് നേതൃത്വം നൽകുന്നത്. ടൂറിസം സെക്രട്ടറി ബിജു IAS ഒക്കെ അതിൽ പങ്കെടുക്കും. തുടർ പ്രക്രിയയായിട്ട് മാറും, ഉറപ്പായിട്ടും മാറണമല്ലോ. എത്രയോ വർഷക്കാലമായിട്ടാണ് നമ്മുടെ ശബരിമലയുടെ ഈ വികസനം, ഈ മാസ്റ്റർ പ്ലാൻ തടസ്സം വന്ന് കിടക്കുന്നത്. 4 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഗവൺമെന്റ് പൂർത്തീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അതും ഇവിടെ അവതരിപ്പിച്ച്, അതാണ് ഏറ്റവും പ്രധാനം. ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ഒപ്പീനിയൻ കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം സിംഗപ്പൂരിൽ നിന്നാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കണം, നിങ്ങൾ വന്ന് ഞങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇത് ആലോചിച്ചത്. പക്ഷെ അപ്പോഴേക്കും ഗവൺമെന്റും ഇതുപോലെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചു. ഇത് തന്ത്രി കൂടി പങ്കെടുക്കുന്ന ചടങ്ങാണല്ലോ, അപ്പൊ ആരാണ് വിളക്ക് കൊളുത്തുന്നത്? വിളക്ക് കണ്ടില്ല, നമ്മളെ ബഹുമാനായ തന്ത്രി ആണ് ഇതിനു മുന്നിൽ വിളക്ക് കൊളുത്തി. ആദ്യം തന്ത്രി തന്നെയാണ് വിളക്ക് കൊടുക്കുന്നത്. അതങ്ങനെ തന്നെ ആവണമല്ലോ. ചിലർ ആശയക്കുഴപ്പമുണ്ടെന്ന് കേട്ടിരുന്നു. ആശയക്കുഴപ്പത്തിന്റെ കാര്യമില്ലല്ലോ. അതെന്താ ആശയക്കുഴപ്പം? ഏതൊരു അമ്പലത്തെ സംബന്ധിച്ചിടത്തോളവും അമ്പലത്തിനുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ താന്ത്രിക വിധി പ്രകാരം ഞാൻ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും തന്ത്രിയല്ലേ അത് ചെയ്യുന്നത്, സ്വാഭാവികമാണ്. വിളക്കോളത്തിന്റെ കാര്യത്തിലുള്ള ആശയക്കുഴപ്പം നീങ്ങി, അക്കാര്യത്തിൽ അന്തിമ തീരുമാനം വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പമ്പയിൽ നിന്ന് അഭിലാഷ് തുരുവങ്കോടിനൊപ്പം R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.